നമുക്ക് തേങ്ങ അരയ്ക്കാതെ നമുക്ക് രുചികരമായ ഒരു പയർ ഭാജി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നമുക്ക് തേങ്ങ ചേർക്കാതെയും അരയ്ക്കാതെയും ഇപ്പം തേങ്ങയ്ക്ക് ഒത്തിരി വിലയും കൂടിയാണല്ലോ, അതുകൊണ്ട് നമുക്ക് അല്പം ലാഭത്തിൽ അപ്പം തേങ്ങയും ചേർക്കണ്ട. പക്ഷേ തേങ്ങയുടെ എണ്ണ കൊളസ്ട്രോളിനും കേടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് തേങ്ങ അരയ്ക്കാതെ നമുക്ക് രുചികരമായ ഒരു പയർ ഭാജി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇനി ഈ ചെറുപയറിനകത്തോട്ട് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് ശകലം ഉപ്പ് പൊടി ഇടാം. ഇനി ഇച്ചിരി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് 2-3 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഓക്കെ, നമുക്ക് അതിൻ്റെ ആവിയെല്ലാം പോയി. ഇനി പയർ എത്ര വെന്തെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പയറിലേക്ക് ആവശ്യമായ സാധനങ്ങൾ തയ്യാർ ചെയ്യാം. ആദ്യമായിട്ട് കുറച്ച് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി. അതിനകത്തോട്ട് സ്പൂണ് കടുകിട്ട് കൊടുക്കുകയാണ്. ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ജീരകമാണ്. നന്നായിട്ട് പൊട്ടി. ഇനി അതിനകത്തോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ വെളുത്തുള്ളി അതിൽ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതാണ് അതിനകത്ത് ചേർത്ത് കൊടുത്തത്. ഇച്ചിരി കറിവേപ്പില, ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അത് നേരത്തെ ഇടേണ്ടതായിരുന്നു എണ്ണയിൽ, മറന്നുപോയി. സാരമില്ല, ഇപ്പോഴും നോക്കിയിട്ടാലും മതി കേട്ടോ. ഉണക്കമുളക് അതിൽ മൊരിഞ്ഞ് കിടക്കുന്നത് കാണാനൊരു ഭംഗിയും അതോടൊപ്പം ഇതിൻ്റെ എരിവുമല്ല അതിൽ പിടിക്കും. തീർച്ചയായിട്ടും അത് പ്രത്യേക ഒരു രുചിയും മണവും ഭംഗിയുമാണ്. നല്ല പരുവായിട്ടുണ്ട്, നല്ല ചുവന്നു എല്ലാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചില മസാലകൾ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കണം. അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി,
1 സ്പൂണ് മല്ലിപ്പൊടി. നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചത് അത് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത ആ ചെറുപയർ ഈ കടുവറുത്ത അതിനകത്തോട് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നന്നായിരിക്കുന്നു. ഏത് സാധനവും നമ്മൾ ചെയ്തിട്ട് കഴിച്ച് നോക്കുമ്പോഴേ അത് നന്നായിരുന്നാൽ നമുക്കൊരു സംതൃപ്തിയാണ്. അത് ശരിയായില്ലെങ്കിൽ അന്ന് മുഴുവനും നമുക്ക് മൂഡ് ഔട്ടാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ചെയ്ത് നന്നായിട്ട് വിളമ്പി കൊടുത്തു. തിന്നുന്നവരുടെ ഫേസും അവരുടെ സംതൃപ്തിയും അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോഴേ നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ. വീട്ടമ്മമാർക്ക് പ്രത്യേകമാണ്. ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവരുടെ അഭിപ്രായം കേൾക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കും. മക്കൾ എന്ത് പറഞ്ഞു, ഭർത്താവ് എന്ത് പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെട്ടോ, അതൊക്കെ അറിയാനായിട്ട് നമുക്ക് ഒത്തിരി ആഗ്രഹമാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിരുന്നാലും അവർ ചെയ്തത് നന്നായി, എനിക്കിഷ്ടപ്പെട്ടു, നന്നായിരിക്കുന്നു എന്നൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പം നമ്മുടെ മനസ്സിനകത്ത് ഒത്തിരി സംതൃപ്തി. നമ്മൾ രാവിലെ മുതൽ വൈകുന്നത് വരെ നമ്മൾ പണിയെടുത്ത്, ശമ്പളമില്ലാത്ത പണിയാണ് കേട്ടോ വീട്ടമ്മയുടെ പണി, എന്നാലും പക്ഷേ അവരുടെ സംതൃപ്തിയും സന്തോഷവും അവരുടെ നല്ല വാക്കുകളും എല്ലാം കേൾക്കുമ്പോഴും നമുക്ക് ഒത്തിരിയേറെ സന്തോഷമാണ്. നമുക്കെന്തോ ഒരു നിരിച്ചു കിട്ടിയ സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ പ്രയത്നത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിയെന്നുള്ള ആ സന്തോഷത്തിൽ നമ്മൾ അന്ന് രാത്രി അറിയാതെ ഉറങ്ങിപ്പോകും. എൻ്റെ അനുഭവമാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ അഭിനന്ദനങ്ങളും നിങ്ങളുടെ സ്നേഹവും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാ നല്ല വാക്കുകൾക്കും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു.